ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സകല മനുഷ്യ വിഭാഗവും മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളുമെല്ലാം ഈശ്വരാംശങ്ങളാണ് എന്ന വിശാലമായ സങ്കല്പമാണ് ഹൈന്ദവ സങ്കല്പം. വ്യാസനും വാത്മീകിയും ആരാധ്യരായതുപോലെ കാക്കയും പരുന്തും പാമ്പുമെല്ലാം ഈശ്വരന്മാരായി ബന്ധപ്പെട്ടവരാണ് നമ്മുടെ പുരാണങ്ങളിൽ. കറുകപ്പുല്ല് മുതൽ അരയാൽ വൃക്ഷം വരെ ദേവന്മാർക്ക് പ്രിയപ്പെട്ട സസ്യങ്ങളാണ്. ഭൂമിയും ജലവും അഗ്നിയുമെല്ലാം ദേവന്മാരാണ്. ഇത്രത്തോളം വിശാലമായ വീക്ഷണം മറ്റെവിടെയാണ് കാണാൻ കഴിയുക? സംഗീതത്തിന്റെ അപാര സാധ്യതകളും ഭക്തിയുടെ അലൗകിക ആനന്ദവും സമന്വയിച്ച അനേകം കൃതികൾ നമുക്കുണ്ട്. ആ നാദഭാവ വീജികൾ കാലാതിവർത്തിയായി ഇന്നും അലയടിക്കുന്നു. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. വെങ്കടരമണ ബാരോ ശേഷാചലവാസ നീ ബാരോ. 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 പങ്കജനേത്ര പങ്കജനേത്ര പരമ പവിത്ര. പങ്കജനേത്ര പരമ പവിത്ര ശങ്കര മിത്ര നീ ബാരോ. പരമ പവിത്ര ശങ്കര മിത്ര നീ ബാരോ. വെങ്കടരമണ ബാരോ ശേഷാചലവാസ നീ ബാരോ. വെങ്കടരമണ ബാരോ. കാമാനയ്യ കരുണാലോല ശ്യാമളവർണ്ണ നീ ബാരോ. കാമാനയ്യ കരുണാലോല ശ്യാമളവർണ്ണ നീ ബാരോ. കോമളാംഗ ശ്രീ പുരന്ദര കോമളാംഗ ശ്രീ പുരന്ദര വിഠല സ്വാമി രാജനീ
శేషచరవాస నీ బారో వెంకటరమణ 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 వాదో ఓ ఓ ഹിന്ദു പുരാണത്തിൽ മുരുകനും സർപ്പങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കപ്പെടുന്നു. സർപ്പരക്ഷകനായി സുബ്രഹ്മണ്യനെ കണക്കാക്കുന്ന സങ്കല്പവുമുണ്ട്. കർണാടകയിലെ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുരുകനെ സർപ്പരൂപത്തിൽ ആരാധിക്കുന്നു. അത്തരം വിഷയങ്ങളാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്രകൃതിയിൽ ഭഗവാനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വള്ളി ദേവസേനാ സങ്കല്പങ്ങളിൽ പോലും പ്രകൃതിയായിട്ടുള്ള ബന്ധം നമ്മൾ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇന്ന് അതുപോലെ പ്രകൃതിയിൽ വിശേഷമായിട്ടുള്ളൊരു ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. ആ ഭാവത്തിന് പുറകിലുള്ള കഥയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കഥയമമ്മയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കഥ ഭഗവാന്റെ നാഗസുബ്രഹ്മണ്യ ഭാവത്തെ, സുബ്രഹ്മണ്യനും സർപ്പവും എന്നുള്ള ഭാവത്തിൽ ചിന്തിക്കാവുന്ന ഒരു കഥയാണ്. ആദ്യം ആ കഥ നമുക്കൊന്ന് കേൾക്കാൻ ശ്രമിക്കാം. ഭഗവാന്റെ അവതാരം, ആ മഹാദേവന്റെ 6 മുഖങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള 6 ജ്യോതിസുകൾ, അത് ശരവണപ്പൊയ്കയിൽ 6 കുട്ടികളായിട്ട് മാറുകയും ആ 6 കുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയും 6 മുഖമായിട്ട് മാറുകയും അങ്ങനെ ഷൺമുഖനായിട്ടുള്ള മുരുകന്റെ അവതാരം ഉണ്ടായതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ കഥയെ അനുസ്മരിക്കാനുള്ളത്. ഏതാണ്ട് വിദ്യ അഭ്യസിക്കേണ്ട സമയം ഭഗവാൻ ആയിന്ന് തോന്നി. ആ സമയത്ത് ഭഗവാന്റെ രക്ഷിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർ ബ്രഹ്മാവിൻ്റെ അടുക്കലേക്ക് ഭഗവാനെ വിദ്യ നേടുന്നതിനായിട്ട് അയച്ചു എന്നാണ്. അവിടെ ഭഗവാൻ വളരെ വിനയത്തോടു കൂടി ചെല്ലുന്നു. ബ്രഹ്മാവ് അവന് പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവിടേക്ക് എത്തുന്നു. പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ ഒരു ചോദ്യം ബ്രഹ്മദേവന് നേരെ ഉയരുകയാണ്. പ്രണവത്തിൻ്റെ, ഓംകാരത്തിൻ്റെ അർത്ഥം. ബ്രഹ്മദേവനത് അറിയില്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ബ്രഹ്മദേവൻ അറിയാത്തതായിട്ടുള്ള ഒരു പ്രണവരഹസ്യം എന്നതിനേക്കാൾ ഉപരി ഒരു കുട്ടിയുടെ ചോദ്യം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്ര ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ടെന്നൊരു മനോഭാവം ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും അദ്ദേഹം അത് പറഞ്ഞില്ല. ആ സമയത്താണ് ഭഗവാൻ ഓംകാരത്തിൻ്റെ, പ്രണവത്തിൻ്റെ അർത്ഥം അറിയാത്ത ഒരാളാണോ സൃഷ്ടി നടത്തുന്നത്? ഇത്ര കേവലമായിട്ടുള്ള ചിന്താഗതി വെച്ചിട്ടാണോ സൃഷ്ടി പോലത്തെ മഹത്തരമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഓംകാരത്തിൻ്റെ അർത്ഥം അറിയില്ല ബ്രഹ്മദേവന് എന്നുള്ള ഭാവത്തിൽ ബ്രഹ്മദേവനെ പിടിച്ച് തടവിലിട്ടു. എന്നിട്ട് ഭഗവാൻ തൻ്റെ കൈലാസത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ്. അവിടെ ചെന്ന് ശ്രീപാർവതിയോടും ഒപ്പം ഭഗവാന്റെ അച്ഛനായിട്ടുള്ള മഹാദേവനോടും ഈ രംഗം ഭഗവാൻ വിസ്തരിക്കുന്നു. ആ സമയത്ത് ദേവിക്കുണ്ടായ ചിന്താഗതിയല്ല മഹാദേവനുണ്ടായതെന്നാണ്. മഹാദേവൻ സമചിത്തതയോടുകൂടി ആ ഉണ്ണി പറയുന്നത് കേൾക്കുന്നു. ഭഗവാന്റെ ഒരു ചോദ്യം ആ കുട്ടിയുടെ മുഖത്തേക്ക് നേരെ ഉയരുകയാണ്. ഉണ്ണി, ബ്രഹ്മാവ് പറയുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അതിൻ്റെ ഉത്തരം അറിയണമെന്നല്ലോ. തനിക്ക് ആ ഉത്തരം നിശ്ചയം ഉണ്ടാവും ഉണ്ണി എന്നാണ് ഭഗവാൻ ചോദിച്ചത് സ്വന്തം മകനോട്. ആ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവന്റെ മകനാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. ആ അറിവിനെ കടഞ്ഞെടുത്തുണ്ടായിട്ടുള്ള മകനാണ് സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി അച്ഛനോട് പറയുന്നു, അച്ഛാ, എനിക്കറിയാം പ്രണവത്തിൻ്റെ, ഓംകാരത്തിൻ്റെ അർത്ഥം. അങ്ങനെ സ്വന്തം അച്ഛന് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാവമുണ്ട്. ഭഗവാന്റെ തോളിൽ കയറി ഇരുന്നുകൊണ്ട്, ഉയർന്ന പ്രദേശത്ത് ഇരുന്നുകൊണ്ട് സാക്ഷാൽ മുരുകൻ തൻ്റെ അച്ഛന് വേദത്തിൻ്റെ, ഓംകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു എന്നാണ് കഥയിൽ പറയുക. അങ്ങനെ ഭഗവാൻ സ്വാമിനാഥനായി. എന്തായാലും ഉത്തരമൊക്കെ കേട്ട സമയത്ത് അതാണ് മഹാദേവന്റെ മഹത്വം. പറയുമ്പോൾ കുട്ടി വലിയ പണ്ഡിതനാണ്, വലിയ അറിവുള്ള ആളാണ്. എങ്കിലും ഭഗവാൻ പറയണു, മോനെ, നീ ചെയ്തതൊക്കെ കുറച്ച് കടന്ന കൈയായിപ്പോയി. കാരണം അറിവിൻ്റെ പേരിൽ ഒരാളെ, പ്രായത്തിന് മുതിർന്ന ആളെ, പ്രത്യേകിച്ച് ബ്രഹ്മദേവനെ പോലെ ഒരാളെയൊക്കെ തടവിലിടുക എന്ന് പറഞ്ഞാൽ അതൊട്ടും അനുകരണീയമായിട്ടൊരു കാര്യമല്ല. അതുകൊണ്ട് ആ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ബ്രഹ്മാവിനെ തടവിലിട്ട ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തിട്ട് വരൂ.
ആ സമയത്താണത്രേ ഭഗവാൻ ഒരു സർപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ വന്ന് ആ ചെയ്ത തെറ്റിന് പരിഹാരാർത്ഥം ഭഗവാൻ തപസ് തുടങ്ങി എന്നാണ്. ഇത് കണ്ടപ്പോൾ ശ്രീപാർവതി ദേവിക്ക് വലിയ വിഷമായി. തൻ്റെ കുട്ടിയാണ് ഇവിടെ പോയി ഇങ്ങനെ തപസ് ചെയ്യണത്, എത്രയൊക്കെ പറഞ്ഞാലും അമ്മയുടെ മനസ്സ് വേദനിക്കും. അപ്പോൾ ഭഗവാനോട് പോയിട്ട് അമ്മ ചോദിച്ചു, എൻ്റെ കുട്ടി ചെയ്തത് തെറ്റാണ്, പക്ഷെ ആ കുട്ടിയുടെ ആ തെറ്റിൻ്റെ ഒരു തീവ്രത കുറയാൻ ഞാൻ എന്തെങ്കിലും ചെയ്താൽ സഹായിക്കുമോ ഭഗവാനെ? ആ സമയത്താണത്രേ ഭഗവാൻ ഷഷ്ടി വ്രതം ഉപദേശിക്കുന്നത്. മക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അമ്മമാർക്ക് എടുക്കാവുന്ന വ്രതം. അങ്ങനെ ഷഷ്ടി വ്രതം ഭഗവതി എടുക്കുകയും ഭഗവാൻ തപസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ആ ചെയ്ത ആ അപരാധത്തിൻ്റെ കാഠിന്യം തീർന്ന സമയത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് ശ്രീപാർവതി ദേവിയോടുകൂടി ആ സർപ്പരൂപത്തിൽ തപസ് ചെയ്യുന്ന ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആ ഭഗവാനെ മഹാവിഷ്ണു ഒന്ന് തലോടുകയും ചെയ്തു എന്നാണ്. ആ സമയത്ത് ഭഗവാന്റെ ആ പഴയ സ്വരൂപം, ആ നാഗരൂപത്തിൽ നിന്ന് ഭഗവാൻ ആ പഴയ സ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്നുമാണ് കഥ. ഇങ്ങനെ ഭഗവാനെ നാഗരൂപത്തിൽ ആരാധിക്കുന്ന ഒരുപാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലുണ്ട്. പലയിടത്തും ഭഗവാനെ ആ രൂപത്തിൽ ആരാധിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ ഭഗവാനെ പാമ്പിൻ്റെ രൂപത്തിൽ, സർപ്പത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുമ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള ആരാധ്യ വസ്തുക്കളെ സമർപ്പിക്കുകയൊക്കെ ചെയ്യുക, മഞ്ഞപ്പൊടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെയുള്ള ആ ഭഗവാൻ ആ സർപ്പരൂപത്തിൽ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ രാഹു കേതു ദോഷങ്ങളെ ഇല്ലാണ്ടാക്കാനാണെന്നാണ്. ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ അപഹാരം ഉണ്ടെങ്കിൽ സർപ്പകോപമാണ് പറയുക. അപ്പം അത് ഇല്ലാണ്ടാവാനാണ് അത്ര സുബ്രഹ്മണ്യസ്വാമി ഈ നാഗരൂപത്തിൽ ഇരുന്ന് അനുഗ്രഹിക്കുന്നത്. ആ ദോഷമുള്ള ആളുകൾ ഭഗവാനെ ആ ഭാവത്തിൽ കണ്ടു ഭജിച്ചാൽ ആ ദോഷം മാറും എന്നുകൂടെ ഈ കഥയുടെ ഫലശ്രുതിയിൽ പറയാറുണ്ട്. അപ്പം അങ്ങനെ ആ നാഗസുബ്രഹ്മണ്യനായിരിക്കുന്ന ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്തൊരു കഥയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായി താഴമ്പൂ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല. അതിനു കാരണമായ ചില പുരാണ കഥകൾ നിലവിലുണ്ട്. എന്നാൽ പുരാതന ശിവക്ഷേത്രമായ മംഗളനാഥ ക്ഷേത്രത്തിൽ കൈതപ്പൂ പൂജയ്ക്ക് ഉപയോഗിക്കുന്നു. കളവ് പറഞ്ഞതിൽ പശ്ചാത്താപ വിവശയായി കൈതപ്പൂ മംഗളനാഥ ക്ഷേത്രത്തിലെത്തി തപസ്സിരുന്നു എന്നും അതിൽ തൃപ്തനായ മംഗളനാഥൻ തൻ്റെ പൂജയിൽ കൈതപ്പൂവിന് ഇടം കൊടുത്തു എന്നാണ് വിശ്വാസം. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രഭാതങ്ങളിലേക്ക് സൂര്യൻ ഒരു സങ്കീർത്തനം പോലെ പൊൻപ്രകാശം കൊണ്ട് അർച്ചന തുടങ്ങി. അഞ്ചുമൂർത്തി മംഗലം എന്ന ദേശത്തിന്റെ ആത്മതാളവും പരമചൈതന്യവുമായ ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രദക്ഷിണയാത്ര ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലൊന്നു തന്നെയാണ്. ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികൾ ഒരുമിച്ച് കുടികൊള്ളുന്ന അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പുണ്യദർശനം നമുക്ക് നേടിത്തരുന്നത് ജനിമൃതികളിലൂടെ കടന്നുവന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ്. അതിപുരാതനമായ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മനസ്സ് നിറയെ ആത്മീയമായ ഏതോ ഗൃഹാതുരതകളുടെ പുണ്യോത്സവങ്ങളാകുന്നു. പ്രാണൻ പ്രപഞ്ചത്തിൽ നിന്ന് കടം കൊണ്ട ശരീരമെന്ന ആവരണത്തെയും സമയത്തെയും കാലത്തെയും മറന്ന് പൂർവജന്മസ്മൃതികളിലൂടെ ഒരു മഹത്തായ തീർത്ഥയാത്ര പോലെ യുഗങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രദക്ഷിണ പുണ്യം തന്നെയാവുന്നു അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനം. സർവപ്രപഞ്ചത്തിന്റെയും ദേവാദിദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവെന്നറിയപ്പെടുന്ന സാക്ഷാൽ കശ്യപ പ്രജാപതി തന്നെയാണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതും. പാലക്കാടിന്റെ ഗ്രാമക്കാഴ്ചകളുടെ മനോഹാരിതകളിൽ ഒന്നാണ് വടക്കഞ്ചേരിയിലെ അഞ്ചുമൂർത്തി മംഗലമെന്ന ഗ്രാമം. മൃദുലവും സൗമ്യവുമായി ആരെയും വരവേൽക്കുന്ന പ്രശാന്തസുന്ദരമായ ഇവിടുത്തെ ഗ്രാമം ആനന്ദാത്മകമായ ഒരു ദൃശ്യാനുഭവം തന്നെയാണ്. ചരിത്ര കഥകളാലും പുരാവൃത്തങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഓരോ കഥകളും ഇവിടേക്ക് കടന്നു വരുന്ന ആത്മീയ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നതും പുതിയൊരു ആത്മപ്രപഞ്ചത്തിലേക്ക് നയിപ്പിക്കുന്നതുമാണ്.
ഗ്രാമവാസികൾ പറയുന്ന നിരവധി കഥകളിൽ പ്രധാനപ്പെട്ടത് ക്ഷേത്രക്കുളത്തിനു ചുറ്റുമുള്ള വയലുകൾക്കപ്പുറം നിൽക്കുന്ന വീഴുമലയുടെ ചരിത്രമാണ്. ത്രേതായുഗ കാലത്ത് മൃതസഞ്ജീവിനി തേടിപ്പോകുന്ന ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് അടർത്തിയെടുത്ത മലയുമായി ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ മൃതസഞ്ജീവിനി നിറഞ്ഞ മലയുടെ ഒരംശം ഈ പ്രദേശത്ത് വീഴുകയും അതാണ് വീഴുമലയെന്ന രീതിയിൽ ഇവിടെ അറിയപ്പെട്ടു തുടങ്ങിയതെന്നുമാണ് പറയപ്പെടുന്നത്. വീഴുമലയിൽ ഇപ്പോഴും മൃതസഞ്ജീവിനി ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. വീഴുമലയും ക്ഷേത്രക്കുളവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അത്ഭുതം നിലനിൽക്കുന്നത് ദൂരെ നിൽക്കുന്ന വീഴുമലയ്ക്ക് മുകളിലുള്ള കിണറിലിടുന്ന ഏതെങ്കിലും ഒരു വസ്തു ഇങ്ങ് ക്ഷേത്രക്കുളത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ കാണാമെന്നതാണ്. ഇതിന് കാരണമായി പറയുന്നത് ഒരിക്കൽ ക്ഷേത്രക്കുളവും വീഴുമലയുമായി ബന്ധപ്പെട്ട് ഒരു പുഴയൊഴുകിയെന്നും കാലാന്തരത്തിൽ പുഴ മെലിഞ്ഞ് ക്ഷേത്രക്കുളമായതാകാമെന്നുമുള്ള കഥകൾ നിലനിൽക്കുന്നു. ഈ കഥകൾ നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യേന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദിവ്യശക്തികളുടെ സഞ്ചാരവീഥികൾ തന്നെയാണ് അഞ്ചുമൂർത്തി ക്ഷേത്രവും പരിസരവുമെന്ന് ചില ആത്മജ്ഞാനികൾ ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന് 3500-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ക്ഷേത്രചരിത്രം പറയുന്നത്. ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികൾ ഒരുമിച്ച് കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ രാജവാഴ്ച കാലങ്ങളിൽ നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്ന ക്ഷേത്രമായിരുന്നു ഇത്. ഓരോ രാജവാഴ്ചകളിലും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ശൈവ വൈഷ്ണവ ശാക്തേയ പൂജകളിൽ അനവധി മാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവാം എന്നും കരുതാം. ശൈവ വൈഷ്ണവ അധിനിവേശങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഇവിടെ ശൈവ വൈഷ്ണവ ശക്തികൾ ഒരുമിച്ച് കുടികൊണ്ടിരുന്നുവെന്ന് വേണം കരുതാൻ. കാരണം കശ്യപ മുനി കാർത്യായനി ദേവിയെ പ്രതിഷ്ഠിക്കുമ്പോഴും സുദർശന ചക്രം ഇവിടെ സ്വയംഭൂവാകുമ്പോഴുമൊക്കെ പഞ്ചമുഖനായ ശിവരൂപം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാലം മുതലേ പഞ്ചമുഖനായ ശിവരൂപമുള്ളതുകൊണ്ട് തന്നെ ഇത് അഞ്ചുമൂർത്തി ക്ഷേത്രമെന്ന് അറിയപ്പെട്ടതായി ഭക്തജനങ്ങൾ പറയുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്തും ക്ഷേത്രത്തിന് ക്ഷതങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ടിപ്പുവിന് ശ്രീകോവിലിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ദേഷ്യം തീർക്കുവാനായി ടിപ്പു ശ്രീകോവിലിനുള്ളിലെ ദ്വാരപാലകന്മാരെ വെട്ടി ക്ഷതമേൽപ്പിച്ചതിന്റെ പാടുകൾ ശില്പങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഏത് അധർമ്മത്തെയും തടയാൻ കഴിയുന്ന മഹാസുദർശനമാണ് ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്നതെന്ന് ക്ഷേത്രങ്ങൾ തകർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ ടിപ്പുവിനറിയില്ല എന്നതായിരുന്നു സത്യം. അഞ്ചുമൂർത്തി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് കശ്യപ മുനിയിൽ നിന്നാണ്. ദേവാദിദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാമഹനെന്നറിയപ്പെടുന്ന കശ്യപ പ്രജാപതി ഒരിക്കൽ അഞ്ചുമംഗലത്തിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാനൊരുങ്ങുമ്പോൾ അഞ്ചുമംഗലം ദേശത്തെ തീർത്ഥക്കുളത്തിനടുത്ത് നൃത്തസ്വരൂപത്തിലുള്ള ദേവിയുടെ കാർത്യായനി രൂപം മുനി തന്റെ ജ്ഞാനദൃഷ്ടിയാൽ കാണുകയും ഉടൻ തന്നെ വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തീകരിക്കാതെ അഞ്ചുമംഗലം ദേശത്തേക്ക് വന്ന കശ്യപ മുനി നൃത്തസ്വരൂപത്തിൽ നിൽക്കുന്ന കാർത്യായനി ദേവിയെ കാണുകയും കാർത്യായനി ദർശനം കിട്ടിയ കശ്യപൻ നൃത്തസ്വരൂപത്തിലുള്ള ദേവീ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠ പൂർത്തീകരിക്കാതെ കാർത്യായനി ദേവിക്ക് അരികിൽ വന്ന കശ്യപനെ തിരക്കി വിഷ്ണുവിന്റെ സുദർശന ചക്രം വന്നുവെന്നും ഒടുവിൽ സുദർശന ചക്രം ഇവിടെ തന്നെ സ്വയംഭൂവായി എന്നാണ് ചരിത്രം പറയുന്നത്. ഭാരതത്തിൽ തന്നെ സ്വയംഭൂവായ സുദർശന ചക്ര പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രം തന്നെയാണെന്ന് വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പല സുദർശന ചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനം അഞ്ചുമൂർത്തി ക്ഷേത്രമാണെന്നാണ് കരുതുന്നത്. അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ആരെയും ആദ്യം ആകർഷിക്കുന്നത് ക്ഷേത്രമുറ്റത്ത് ആശ്വാസത്തിന്റെ തണൽ വിരിച്ച് മഹാവൃക്ഷമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരം തന്നെയാണ്. ബലിക്കൽ പുര കടന്ന് നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ ആദ്യം കാണുന്ന ശ്രീകോവിൽ സുദർശന ചക്ര പ്രതിഷ്ഠയിരിക്കുന്ന ഭഗവത് സന്നിധിയാണ്. ജീവിതത്തിലെ സർവ്വ പ്രതിസന്ധികളിൽ നിന്നും മോചിതനാകുവാനും കർമ്മ വഴികളിൽ നിറയെ
ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനുമായി സുദർശന ചക്ര ദർശന പുണ്യം കിട്ടുന്ന ഭക്തന് തൊട്ടടുത്ത് നിൽക്കുന്ന പഞ്ചമുഖനായ ശിവദർശനത്തിനായുള്ള ശ്രീകോവിലിന് മുന്നിലേക്ക് പോകാം. പഞ്ചമുഖനായ ശിവനെ തൊഴുത് പഞ്ചഭൂതാത്മകമായ ശരീരത്തിനെയും ഭഗവത് ചൈതന്യം നിറഞ്ഞ ആത്മാവിനെയും ശുദ്ധീകരിച്ച് ശ്രീകോവിൽ വലം വച്ച് ഭഗവാന് സമീപത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആഞ്ജനേയ ഭഗവാനെ തൊഴാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിലാണ് ഇവിടെ ആഞ്ജനേയ ചൈതന്യം കണ്ടെത്തുകയും നാലമ്പലത്തിനുള്ളിൽ തീർത്ഥക്കുളത്തിൽ നിന്നും ഒരു ആഞ്ജനേയ വിഗ്രഹം കണ്ടെത്തുകയും വായുകോണിൽ വായു ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. ഈ ആഞ്ജനേയ ചൈതന്യം കണ്ടെത്തിയതോടെ പ്രദേശത്തെ വീഴുമലയുടെ കഥയ്ക്ക് വിശ്വാസം കൂടി. ശിവന്റെ പിന്നിലായി കാർത്യായനി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദാരുബിംബ പ്രതിഷ്ഠ രൂപത്തിൽ നിൽക്കുന്ന ദേവീ പ്രതിഷ്ഠ അപൂർവങ്ങളിൽ അപൂർവവുമാണ്. കയ്യിൽ കണ്ണാടി വച്ച് നെറ്റിയിൽ പൊട്ടുതൊടാനായി നിൽക്കുന്ന ദേവീരൂപം ഭാരതത്തിൽ തന്നെ മറ്റെങ്ങുമില്ല എന്ന് വേണം കരുതാൻ. ദേവീരൂപത്തിനടിയിലായി ദേവിയുടെ ശിലാപ്രതിഷ്ഠയും കാണാം. കാർത്യായനി ദേവിയെ തൊഴുതു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച മറ്റൊരു പ്രധാന ശ്രീകോവിൽ കൂടി നിലനിൽക്കുന്നു. കൂടാതെ ശാസ്താവ്, ഗണപതി എന്നീ ദൈവങ്ങളും നാലമ്പലത്തിനുള്ളിൽ പ്രധാന ദൈവങ്ങളായി കുടികൊള്ളുന്നുണ്ട്. ഗാനാലാപന പ്രിയയായ കാർത്യായനി ദേവിക്ക് മുന്നിൽ എല്ലാ വർഷവും ലോക സംഗീത ദിനത്തിൽ സംഗീതോത്സവം നടത്തിവരുന്നു. ബ്രഹ്മാനന്ദ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുവാൻ നിരവധി കലാകാരന്മാരാണ് ക്ഷേത്രസന്നിധിയിലെത്തുന്നത്. സംഗീതോത്സവ ദിനം മുഴുവൻ ഭക്തമാനസങ്ങളിൽ കാർത്യായനി ദേവി നൃത്തം ചെയ്ത് ആത്മാവിനെ ആനന്ദോത്സവത്തിലെത്തിക്കുന്നു. ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന വലിയ ആൽമരങ്ങൾക്കപ്പുറം സൂര്യാസ്തമയം തുടങ്ങി. അസ്തമയ സൂര്യൻ ശ്രീകോവിലിന് മുകളിൽ നിന്ന് ഭഗവാനെ വണങ്ങി യാത്ര ചോദിച്ചു നിൽക്കുമ്പോൾ നാലമ്പലത്തിനുള്ളിൽ പൂജാവിളക്കുകൾ തെളിഞ്ഞു. വൈകുണ്ഠവാസ ഭജിക്കുന്ന ഭക്തരിൽ വൈകാതനുഗ്രഹം നാരായണ. അഷ്ടൈശ്വര്യങ്ങൾക്കു കേദാരമേ മഹാലക്ഷ്മീപതേ ഹരിനാരായണ. ദീപാരാധന വേളയിൽ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകളിൽ നിന്നും ഭക്തരുടെ ആത്മാവിലേക്ക് പരമചൈതന്യത്തിൽ നിന്നുള്ള ആനന്ദ സങ്കീർത്തനം ഒഴുകിക്കൊണ്ടേയിരുന്നു. വൈകുണ്ഠവാസ ഭജിക്കുന്ന ഭക്തരിൽ വൈകാതനുഗ്രഹം നാരായണ. അങ്ങനെ ഭാരതത്തിലെ തന്നെ അപൂർവമായ അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനം അകതാരിൽ പുതിയ ആത്മീയ അനുഭവങ്ങളുടെ പ്രദക്ഷിണ വഴികളൊരുക്കുമ്പോൾ പഞ്ചമുഖനായ ശിവരൂപവും സ്വയംഭൂവായ സുദർശന ചക്രവും നൃത്തം ചെയ്യുന്ന കാർത്യായനി ദേവിയുമൊക്കെ ഓരോ തീർത്ഥാടകന്റെയും ആത്മീയ അനുഭവങ്ങളിൽ ഋതുഭേദങ്ങളില്ലാത്ത പൗർണമിയായി നിലനിൽക്കുമ്പോൾ അഞ്ചുമൂർത്തി ക്ഷേത്ര ദർശനം നിത്യവും ശുദ്ധവും മനസ്സിനെ ശാന്തമാക്കാൻ പരിശീലിക്കണം. ക്ഷണിക വികാരങ്ങൾ മനസ്സിനെ ഇളക്കിമറിക്കുമ്പോൾ സങ്കീർണമായ ഒരു വിഷയത്തിനും പരിഹാരം കാണാൻ നമുക്ക് കഴിയില്ല. തെളിഞ്ഞ വെള്ളമുള്ളപ്പോൾ മാത്രമേ അടിത്തട്ട് കാണാൻ കഴിയൂ എന്നതുപോലെ ശാന്തമായ മനസ്സിനു മാത്രമേ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കാണാൻ കഴിയൂ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.